ഇതാണ് ഈ സാരിയുടെ ബ്ലൗസ്. ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വേറെ എംബ്രോയിഡറി ചെയ്യാൻ വേറെ ഒരു സ്പേസ് ഇല്ലാതെ ചെയ്തൊരു ബ്ലൗസാണ്. ആൻഡ് വെരി പ്രിറ്റി കട്ട് ബീറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതലും കുഞ്ഞു പേൾസും യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ കട്ട് ബീറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഫില്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നതും. ഇതിൽ നമ്മളൊരു വളരെ ഫാൻസി ആയിട്ടുള്ള ഒരു നെക്ക് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. സ്വീറ്റ് ആർട്ടാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. യൂഷ്വൽ നെക്ക് ലൈൻസിനെക്കാട്ടിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കട്ടിങ്സ് കൊടുത്താൽ മതി. ഞാൻ എംബ്രോയിഡറി ഓഫ് അറൗണ്ട് ഒരു 3 ഇഞ്ചിൻ്റെ എംബ്രോയിഡറി, 2.5 3 ഇഞ്ചിൻ്റെ എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഔട്ട് ഓഫ് ബഡ്ജറ്റ് പോകാതിരിക്കാൻ വേണ്ടി ജർദോസി ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടില്ല. കട്ട് ബീറ്റ്സ് ആണ്, ഇമ്പോർട്ടഡ് കട്ട് ബീറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 ടോൺ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഈ ഒരു ഗോൾഡൻ ആയിട്ട് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബ്ലൗസ് ഓൾസോ ഭയങ്കര ഹെവിയാണ്. നെക്ക് ലൈൻ നമ്മളൊരു ഫാൻസി നെക്ക് ലൈൻ സ്വീറ്റ് ഹാർട്ടിൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു കട്ടിങ്ങും കൂടി ഉള്ള ഒരു നെക്ക് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് ലൈൻ ഓൾസോ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്ലീവ് ഓൾസോ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഓൾ ഓവർ ദ ബോഡി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ബ്രൈഡൽ സാരി എംബ്രോയിഡറി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐദർ നിങ്ങൾക്ക് ബോർഡറിൽ ഇതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്യാം, അല്ല കോൺട്രാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറൊരു ഫാബ്രിക് കാഞ്ചീപുരം സിൽക്കോ അല്ലെങ്കിൽ റോ സിൽക്കോ എടുത്തിട്ട് ബോർഡർ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കാവുന്നതുമാണ്.